നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് CPM-നും ഇടതുമുന്നണിക്കും ഏറ്റത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവിക്ക് തൊട്ടുപിറകെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിയും CPM-ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. LDF-നാണ് തോൽവി വന്നതെങ്കിലും മുന്നണിയെ നയിക്കുന്ന CPM-നാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്വവും. പക്ഷേ എന്താണ് തോൽവിക്ക് കാരണമെന്ന് CPM ഇതേവരെ വിശദീകരിച്ചിട്ടില്ല. ഭരണവിരുദ്ധ വികാരമില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് ഉത്തരവാദിത്തമില്ലെന്നുമാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തോറ്റതെന്ന് CPM പറയുന്നുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്നും പാർട്ടി പറയുന്നുണ്ട്. പക്ഷേ എന്താണ് തോൽവിയുടെ കാരണം എന്നത് മാത്രം ഇതുവരെ ഉത്തരമില്ലാതെ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണം പഠിക്കാൻ CPM 34 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയാണ് സഖാക്കൾക്ക് നൽകിയത്. പരാജയ കാരണം അണികളിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വിവിധ ഘടകങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് പാർട്ടി പറയുന്നത്. മുഖ്യമന്ത്രി പിണറായിയുടെ ശൈലിക്കെതിരെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും വിമർശനമുയർന്നത്. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം MV ഗോവിന്ദൻ ഒഴിയണമെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഒഴിയണമെന്നുമാണ് ജില്ലാതല നേതൃയോഗങ്ങളിൽ നിന്നും ഉയർന്ന വിമർശനം. ഒരു പിടി പാർട്ടി നേതാക്കൾ CPM വിട്ട് UDF പാളയത്തിൽ അഭയം തേടിയത് വിശദീകരിക്കാൻ CPM നേതൃത്വത്തിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. പാർട്ടി വിട്ട G സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും MLA-മാരായി മാറുകയും ചെയ്തു. ഐഷ പോറ്റി, PK ശശി, A സുരേഷ് എന്നിവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് മാത്രമാണ് ആശ്വാസം. CPM വിട്ടാൽ ഒരു ഗതിയും കിട്ടില്ല എന്ന CPM നേതാക്കളുടെ വാദങ്ങളും ഇക്കുറി ഏറ്റില്ല. 3 പേരാണ് CPM വിട്ട് MLA-മാരായത്. CPM-നെ നിലം പരിശാക്കി പാർട്ടി വോട്ടുകൾ വാങ്ങി തന്നെയാണ് ഇവർ ജയിച്ചതും. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ തുറന്നു പറയാൻ CPM തയ്യാറാകണമെന്ന് സഖാക്കളിൽ നിന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ഇത് സംസ്ഥാന തലത്തിൽ ആകെ തന്നെ ഈ പ്രശ്നമുണ്ട്. എന്താണ് പാർട്ടിയുടെ നിലപാട് എന്ന് കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ്.